ആനപ്രേമികളെ ആവേശത്തിലാഴ്ത്തി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് 63 ആനകളാണ് ഇത്തവണ ആനയൂട്ടിനെത്തിയത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള സാവിത്രിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് നൽകിയാണ് ആനയൂട്ടിന് തുടക്കമിട്ടത്. 9 പിടിയാനകൾ ഉൾപ്പെടെ 63 ആനകൾ ആനയൂട്ടിനെത്തി. ആനകൾ ഒത്തുചേർന്ന വടക്കുന്നാഥനെ വണങ്ങുന്നത് ആനപ്രേമികൾക്ക് പ്രിയപ്പെട്ട കാഴ്ചയായി. അയൽ ജില്ലകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ ആനയൂട്ട് കാണാനെത്തി. ആനയൂട്ടിന് മുന്നോടിയായി 12,008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു. 5 ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത്. കർക്കിടക മാസം 1-ാം തീയതി ആനയൂട്ട് നടത്തി കഴിഞ്ഞാൽ ആ കൊല്ലം ആനകൾക്ക് അസുഖം വരില്ല, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആനകൾ വരുന്നത്. ആനകളൊക്കെ അവിടെ ആഭരണങ്ങളൊന്നും ഇല്ലാണ്ട് ആനകളെ ഫ്രീ ആയിട്ട് കാണാം. ആനകളെ സൗന്ദര്യം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ സംസ്കാരം ആ പൈതൃകവും നിലനിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ചടങ്ങുകൾ അത്യന്താപേക്ഷിതമാണ്. അത് ഇതിൻ്റെ സംഘാടക സമിതി, പ്രത്യേകിച്ച് കൊച്ചി ദേവസ്വം ബോർഡ് ഒരു ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അത് വരും കാലം 43 വർഷമാണ്, ഇത് 43rd ഇയറാണ്. ഇനിയും അനേക വർഷങ്ങളിൽ ഇത് നീണ്ടു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള വിഭവങ്ങളെ കൂടാതെ അവില്, മലര്, തണ്ണിമത്തൻ, കൈതച്ചക്ക തുടങ്ങിയ ഫലങ്ങളും ആനകൾക്ക് നൽകി. 43-ാം വർഷമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നത്. അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ആനയൂട്ടിനെത്തുക. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകൾക്കുള്ള സുഖചികിത്സ നാളെ ആരംഭിക്കും. അമൃത ന്യൂസ്, തൃശൂർ.